അത് പോളല്ലേ? ആ ഞാൻ പുറകെ വരാം. അയ്യോ അത് ഇവിടെ നിന്നൊക്കെ താഴത്തേക്ക് പോയി. അയ്യോ പയ്യ അടിക്കാൻ പാടില്ലായിരുന്നു. ഇവിടെ കുത്തിയിട്ട് താഴത്തേക്കാ പോയെ. നീ ചെരുപ്പെടുത്തോ? അതിൻ്റെ താഴത്തെ തൊടി കാണും. എടാ പയ്യ അടിക്കണേ. കണ്ടോ? കിട്ടിയോ? ഇല്ല. ഇത്രയും പോയി കാണുമോയെന്ന് ചോദിച്ചാൽ വല്ല മരത്തേൽ പിടിച്ചാൽ ചിലപ്പോൾ പോവും. ആ ഇല്ലടാ, ഞാൻ വന്നപ്പോഴത്തേക്കും കുത്തി പോകുന്ന സൗണ്ട് മാത്രമേ കേട്ടുള്ളൂ. ആ കുത്തണ മാത്രമേ ഉണ്ടല്ലോ ആ മേളിൽ നിന്ന്. പിന്നെ താഴത്തേക്ക് കാണാൻ പറ്റിയല്ലോ. ആ വേണ്ട കിടക്കണ്. ആ ആ അയ്യോ വഴിയാ? അതേ വഴിയുണ്ടോ? ആ ഇത് ആ ആ ഞാൻ വിചാരിച്ചു മേളിലേക്ക് കയറാനുള്ള വഴിയെന്നാ. എടുത്തോളാം. മേളിലേക്ക് കയറാനുള്ള വഴി അതില്. ആ ആ ഓക്കെ. മിനിൻ്റെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ടോ? കെട്ടി വരുവാടാ. ഈ തൊടിയിൽ നിന്ന് ഇപ്പം ഞങ്ങൾ നിൽക്കുന്ന തൊടിയിൽ നിന്ന് ഇല്ലില്ല, അവിടെ ഒന്നും പോയില്ല. നീ ബാക്കി അടിക്കണുണ്ടോ? ഞാൻ മേളിൽ നിന്നോളാം. സോമ നമുക്ക് പോകട്ടെ. ഇങ്ങോട്ട് വെറുതെ പോട്ടില്ല, കളിക്കൊന്നും വേണ്ട. ആ സാറല്ല, ഒന്നുകൂടെ കുളിച്ചാൽ പോലെ. പിന്നെ വണ്ടി പഠിച്ചല്ലോ കേട്ടോ. ആ ബോൾ മേടിച്ചാലും ബൈക്ക് പറഞ്ഞു വീഴും. അത്രയ്ക്ക് വെയിറ്റ് ഉള്ള വണ്ടിയാ. നീ ഇത് കൊടുത്തതാ ഞാൻ ഓർത്തെ. വണ്ടിയാ ഈ വണ്ടി വിസ്തയാ? മറ്റേ വണ്ടി എടുത്തപ്പോ ഇല്ലില്ല, അത് കൊടുത്തില്ല. അതെ, ഏതാണ് കാര്യങ്ങൾ നടക്കണം. അപ്പൊ മറ്റേ അത്ര കാണാൻ മേടിച്ചാണോ? ആ ഇതല്ല, ഇത് റഫ്യൂസിനില്ലടാ.
അടിയടാ റോണി. അതിനകത്തന്നെ കല്യാണത്തിന് പോകാൻ മാത്രമുള്ളതാണോ? അത് എന്തെങ്കിലുമൊക്കെ കൊള്ളാവുന്ന സ്ഥലത്ത് പോകാനോ. ഇതിനാടാ മൈലേജ്, ഇതിന് 10-22 കിലോമീറ്റർ മൈലേജ് ഉണ്ടോ? ആ പിന്നെ എടാ ഈ ഫോണൊന്ന് പിടിച്ചടാ. ഹലോ. ഞാൻ ചേട്ടാ ഞാനേ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണേ. ഞാൻ ഒരു 8 മണിയാകുമ്പോഴത്തേക്ക് ഇട്ടേക്കാം കേട്ടോ. ചേട്ടൻ മേടിക്കണ്ട, ഇന്ന് തന്നെ ഇട്ടേക്കാവേ. ഓക്കെ. കഴിയില്ലേ? എടാ വാടാ, വെറുതെ വീട് നടന്നിട്ട് വരാടാ, നീ ഓടണ്ട, കളിക്കണ്ട. അല്ല അപ്പം ഞാൻ കാര്യം ചോദിച്ചോട്ടെ, നീ അപ്പോൾ എല്ലാ ദിവസവും രാത്രി 8 മണിയാകുമ്പോഴത്തേക്ക് സൈക്കിളായിട്ട് പോകാമെന്ന് പറയുമ്പോഴത്തേക്ക് അപ്പം എന്നാലും നീ വേർക്കാറില്ലേ? അന്നേരം ഞാൻ രാത്രിയിലെ കുളിക്കാറ്. അപ്പം പിന്നെ നീ എന്തിനാ നേരത്തെ കുളിച്ചു? പോ എന്നാ നീ ബൈക്ക് ഇവിടെ വെക്ക്, എന്നിട്ട് കാറിന് പോകാന്നാ. ഞങ്ങൾ കൊണ്ടുപോയിട്ടോളാം. കയറിക്കോ, അകത്തേക്ക് കയറിക്കോ. എന്നാ പിന്നെ എടുക്ക് പോയിട്ട്. അല്ല താഴത്തെ വല്ല ഇറക്കി വെക്കടാ. അയ്യോ അത് തുറന്നു അതിലിട്ടാ മതി. നീ അവരുടെ കൂടുതലല്ലേ? ലൈറ്റ് ഇല്ല, തെളിഞ്ഞാ നിൽക്കുന്നേ. ഇപ്പം കേട്ട് ഇവിടെ വിശാലമായിട്ട് കളിക്കാമെന്നും പറഞ്ഞ് അവർ കൂട്ടിക്കൊണ്ട് വന്നതാ. അവിടെ മുട്ടിയെങ്കിലും കളിക്കായിരുന്നു. ഇവിടെ എന്നാ സംഭവിച്ചേക്കണമെന്ന് നോക്കിയോ. എഴുപ്പള്ളി ഗ്രൗണ്ടാകുമ്പോൾ ബുക്ക് ചെയ്തെന്നൊക്കെയാണ് പറയുന്നത്. നാളെ പിള്ളേർ നിറഞ്ഞ് തുമ്പിയിരിക്കുന്നു. തോന്നെ എന്നാൽ പിന്നെ നമ്മൾ പഴയ സ്ഥലത്തേക്ക് പോവല്ലേ? വേറെ സൗണ്ടിച്ചാ. അപ്പോൾ എങ്ങോട്ടാ? മലയ്ക്ക് പോകും. അവിടെ ആദ്യത്തെ ഗ്രൗണ്ടിൽ അവിടെ ഇടയുണ്ട്. വിസ്നാക്കിലാ രജിതേ, നീല നമ്മൾ മലയിൽ പോവും. അവിടെ ആരാ മുട്ടി എങ്ങനെ കളിക്കായിരുന്നു? അപ്പോൾ കളിച്ചിടത്. എന്നാൽ പിന്നെ നമുക്ക് എൻ്റെ കനാല് പാലത്തെ കൂടെ നടന്നാലോ? എല്ലാവരുടെയും നെയ്യൊക്കെ അങ്ങ് ഉരിക്കാതെ. അവനുമുണ്ട് ചെറിയ കുമ്പ. ഇല്ല SD കാർഡ് സ്പീഡ് സ്ലോ, റൈറ്റിംഗ് മേ ബി സ്റ്റോപ്പ് എന്നാണ് പറഞ്ഞേക്കണം. നീ എന്നെ പല പ്രാവശ്യമായി കളിയാക്കാൻ തുടങ്ങിയിട്ട് കേട്ടോ. മെമ്മറി തീർന്നു പറഞ്ഞു. എല്ലാവരും കളിക്കണം നമ്മൾ കൊതിയാകുന്നുണ്ട്. എന്ത് ചെയ്യാൻ, സ്വന്തമായിട്ടൊരു ഗ്രൗണ്ട് ഉണ്ടായിരുന്നെങ്കിൽ ആവശ്യം. ഒരു കാര്യം ചെയ്യാമല്ലോ, ഉള്ള റബ്ബർ കൂടെ വെട്ടി തൂരെ കളഞ്ഞിട്ട് അവിടെ മുഴുവൻ റെക്കോർഡ് ചെയ്യണം. വെറുതെ അയ്യോ ഇത്ര നിങ്ങൾ പട്ടി ചന്തയ്ക്ക് പോയി കേട്ടിട്ടുണ്ടോ? ഞങ്ങൾ അടുത്ത ലൊക്കേഷനിലേക്ക് പോവുകയാണ്. ഇവിടുത്തെ ഗ്രൗണ്ടും പോയി. ഇനിയിപ്പോൾ അടുത്തത് കനാല് പാലത്തിൽ പോയി നടന്ന് എക്സർസൈസ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിള്ളേർ അതെടുത്തിട്ടുണ്ട്, ആർക്കും എടുത്തിട്ടുണ്ട്. നമ്മുടെ കൂടുതൽ ഒരുത്തനുണ്ട് സോണി, അവനാണ് ഇനിയിപ്പോൾ ഞങ്ങളെ ഇന്ന് പെടുത്തിയിട്ട് അടങ്ങുള്ളൂ അവൻ പറഞ്ഞത്. മറ്റേ പുള്ളിയുടെ വീടാണ് കഴിഞ്ഞ പുള്ളിയുടെ ഇതല്ലേ വാഴയെല്ലാം വെട്ടിക്കളഞ്ഞു. ജോഞ്ഞാണ്ടായിരുന്നു അത്. ഞാൻ കഴിഞ്ഞ ദിവസം ബോസിനോട് പറഞ്ഞാൽ പിടിച്ചിരിക്കാൻ നടപ്പാൻ മേടിപ്പിച്ചേ. ഇല്ല നിങ്ങളോട് പറയണത് ഒരു പഴയ ₹1 സംഭവം 7 ലക്ഷം രൂപ കിട്ടുന്നത് കണ്ട് വീട്ടിൽ കണ്ടിട്ട് എനിക്ക് അയച്ചത്. എന്നിട്ട് മറ്റേ ഏതായിരുന്നു ഒരു ഓട്ടോറിക്ഷ ഉണ്ട്, അതും കൂടെ ഒന്ന് നോക്കണേ. CNG ഓട്ടോ. ഇത് സാറിന്റെ വഴിയല്ലേ? അത് തന്നെ. ഗീറ് മാറ്റാറോ? തേടി കയറി ഫിഫ്ത്താണോ?
വീണ്ടും കനാല് പാലത്തിൽ. ആ ഏതിൻ്റെ എനിക്കെങ്കിലും പറ്റിയ എൻ്റെ കയ്യിൽ നിന്നാൽ നമ്മൾ ഓടി എങ്ങനെ നെയ്യ് കുറയ്ക്കാൻ നോക്കാനുള്ളതിന്. അന്തരത്താൽ പായും കുയില്. ഇങ്ങോട്ടാണോ? ആ അവിടെ ബോൾ മാറ്റിക്കോടാ. നീ പറഞ്ഞ സ്ഥലം ഏതാ? ആ സ്ഥലം ഏതായിരുന്നു? പറടാ. അത് പറയല റെക്കോർഡിങ് ഓഫാക്കി ഇവനാ പോകുള്ളൂ. കാരണം ഏറ്റവും ഇവനാ പോയിട്ട് വേണമെന്ന് പറയുമല്ലോ. നേരെ അടിച്ചാൽ നേരെ മറ്റേ എല്ലാത്തിനും വെള്ളം വെച്ച് അടിച്ചാൽ മതിയോ? അവരെ കെയർ ചെയ്യാൻ വേണ്ടി വരുന്നതായിരിക്കും. കണ്ടിട്ട് അതിനകത്ത് ഞാൻ അയ്യോ സാറിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ സാറിന് ചായ കുടിക്കാൻ വേണ്ടിയാണ്. പക്ഷേ ടീച്ചർ മറ്റേ ഇതിന് പോയി. SNDP അവിടെ പ്രാർത്ഥന ഉണ്ടല്ലോ. ആണോ? അപ്പോൾ ഇവൻ്റെ കവളി ചാടിയതല്ലേ? ആണോ? നീ ഇന്ന് പോകണ്ട സൈക്കിളോടെ? ആ ഗോപ്രോനൊക്കെ നല്ല ഇതാ. ആണോ? ഗോപ്രോ സുഖമില്ല. ഇതിന് എത്ര സമയം കിട്ടും ബാക്കപ്പ്? ഇതിന് ഫുൾ ചാർജ് ആണെങ്കിൽ ഒരു 90 1.5 മണിക്കൂർ തൊട്ട് ഒരു 100 മിനിറ്റ് വരെ. വൈഫൈ ഒക്കെ ഉള്ളതാണോ? ആ പിന്നെ എന്നാൽ വൈഫൈ ഒക്കെ ഓഫാക്കി ഇട്ടാൽ ചിലപ്പോൾ കുറച്ചുകൂടി സമയം കിട്ടുമായിരിക്കും. ആ ഇപ്പം വൈഫൈ ഇതിനകത്ത് ഓഫാക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ടാവും. അതിനകത്തുണ്ടോ വൈഫൈ? മറ്റേ ഇതില്ലേ GPS ഇല്ലേ, ലൊക്കേഷൻ ഉണ്ടല്ലേ, അതങ്ങോട്ട് ഓഫാക്കി ഇട്ട് കഴിഞ്ഞാൽ കുറേ കൂടി ബാക്കപ്പ് കിട്ടും. ഓ ആ പരീക്ഷിച്ച് നോക്കാം. അതിനകത്താണ് അതിനുള്ള ഓപ്ഷനൊക്കെ കാണാം. ഇപ്പന്മാർ പറയുന്നത് 120 മിനിറ്റ് വരെയൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഓഫാക്കിയിട്ടുള്ള ലാബ് കണ്ടീഷനിലായിരിക്കും ചിലപ്പോൾ കിട്ടണേ. അത് പറയാൻ പറ്റില്ല. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്ക്. ആ സാധനമൊക്കെ ഒന്ന് ഓഫാക്കി ഇട്ടിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഓക്കെ, 2 ഓഫാക്കിയാൽ തന്നെ വൈഫൈയും ലൊക്കേഷനും അല്ലേ? ആ ഓക്കെ. ലൊക്കേഷൻ ഏറ്റവും കൂടുതൽ ചാർജ് എടുക്കണം അല്ലേ? എന്നാ പോ അമ്മാരെ വിളിക്ക്. കൊണ്ടിക്കോട്ടാ, ഞാൻ അവിടെ പോയിട്ട് അമ്മാരെ കൂട്ടിക്കൊണ്ടുവരാം. വിളിച്ചോണ്ട് വരാം. വണ്ടി എടുത്തോണ്ട് വരാം. ആരെങ്കിലും കൂട്ടി വണ്ടി എടുത്തോണ്ട്. അവിടെയും റീല് ഇവിടെയും റീല്. അതല്ലേ നിന്നോട് പിടിക്കാൻ പറയാം. നീ ഇവിടെ റീൽ എടുത്തോണ്ടിരുന്നോ? നീ പിടിച്ച് മേടിക്കണം, നിന്റെ കൊച്ചല്ലേ. അവള് റീൽ എടുക്കാൻ വേണ്ടി കൊച്ചിനെ അവന് പാവം ടോണ്ടേ കൊടുത്തേക്കുക.
ഇങ്ങനെയാണ് ഇവന്മാര് വ്യായാമം ചെയ്യാറ്. ആ ഇമ്മാരിങ്ങനെയാ. ആ വെറുതെ അല്ല, ഇമ്മാര് 2 റൗണ്ട് നടക്കും. ആടെ കൊക്ക് വെറുതെ അല്ല രഞ്ജിത്ത് പണ്ടത്തെ പിന്നത്തായ. അല്ല ഞായറാഴ്ച ഞങ്ങൾ വീട്ടിൽ കാണും. ആ ആ ഇല്ല, ഞാൻ പറഞ്ഞിട്ട് പോസ്റ്റ്പോൺ ചെയ്തോ. എന്തിന്? അവളെന്നാ റെഡിയാണെങ്കിൽ നമുക്ക് പോകാന്നേ. ഒരു പൂച്ചേനെ ഗിഫ്റ്റായിട്ട് അവൾക്ക് പൂച്ചേനെ കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. നമ്പൂരി ഐ ടിയാ, നമ്മുടെ പരിപാടിയാ. അതോ ആപ്പ് ഡെവലപ്മെന്റ് ആണ് അവൻ്റെ സെക്ടർ. നമ്മുടെ നാളെ കുറുപ്പന്തറയില് ഇവിടെ ഇതുണ്ട് കേട്ടോ, DJ ഉണ്ട്, പോകുന്നുണ്ടോ? DJ ആ മറ്റേ ഇവിടെ ആയിരിക്കും മാഞ്ഞൂരത്തെ ആ ബാറില്. ആ 500 രൂപ എൻട്രി പാസ്. ഓ ഇല്ലടേ, DJക്ക് ഒന്നും ഒരു താല്പര്യമില്ല. നമുക്ക് വല്ല പാടത്തും പോയി 2 അടിച്ച് കിടന്ന് ഉറങ്ങാം. പിന്നെ നമുക്ക് ഞായറാഴ്ച ഫുഡ് കഴിക്കാനും മറ്റേ ഇത് എങ്ങനെ അവിടുത്തെ ഫുഡ് നല്ലതാണെന്ന് പറയുന്നത്, എങ്ങനെ ഉണ്ടെന്ന് എനിക്കറിയില്ല. വിളക്കുമാറോ? അല്ല, വിളക്കുമരം ഉണ്ട്, കല്ലറയുണ്ട്. ഇത് കൂടാതെ നമ്മുടെ നീണ്ടൂർക്ക് പോകുന്ന വഴിക്ക് ഷെഫ് നളന്നില്ലേ, പുള്ളി ഒന്നും തുടങ്ങിയിട്ടുണ്ട്. മറ്റേ മഴ പെയ്യുന്ന രീതിക്ക് സെറ്റ് ചെയ്തിട്ടൊരു ഷാപ്പ്. അത് കണ്ടിട്ടില്ലല്ലോ, നമുക്ക് അവിടെ പോയാലോ? ഒന്ന് എടുത്താൽ യൂട്യൂബിനകത്ത് ഒന്ന് എടുത്ത് ഇതിൻ്റെ ഇതിനകത്ത് എടുത്ത് നളൻ റെസ്റ്റോറൻറ്റ് എടുത്ത്